ഇപ്പം ഈ പെൻഷൻ കൊണ്ട് കൊടുത്തതുകൊണ്ട് വികസനം ആയില്ല. ഇതിൻ്റെ കൂടെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നുണ്ട്. ഇത്രയും വർഷം എത്ര പേർക്ക് കിട്ടി വീട്? ഇവിടെയോ? നേമത്ത് ഏകദേശം ലൈഫ് മിഷനിൽ ഇവിടെ ഏകദേശം ഒരു 10,500 പേർക്ക് ഇപ്പോൾ വീട് കിട്ടി. കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് അപേക്ഷിച്ചിരുന്നോ? അല്ല, അപേക്ഷിച്ചിട്ടില്ല. ഞാൻ അപേക്ഷിച്ചിട്ടില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ എനിക്കറിയാം അത് എന്നെക്കാളും താഴ്ന്നവർക്ക് കൊടുക്കണം. ഓക്കെ ഓക്കെ, നല്ല കാര്യം. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് ഞാൻ സമ്പാദിക്കാൻ പോകുന്നുണ്ട്. എനിക്ക് 500 രൂപ കിട്ടും. അത് വെച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ 500 കിട്ടാത്ത ഒരുപാട് ജനങ്ങളുണ്ട് ഇവിടെ. അവർക്കാണ് ഈ വീട് കൊടുത്തത്. അപ്പം ഹാപ്പിയാണ്. അപ്പം ശിവൻകുട്ടി തന്നെ വീണ്ടും ജയിക്കണം എന്നുള്ളതാണ് താങ്കളുടെ ആഗ്രഹം? ശിവൻകുട്ടി തന്നെ വീണ്ടും ജയിക്കണം എന്നാണോ ആഗ്രഹം? ശിവൻകുട്ടിയല്ല, LDF തന്നെ വീണ്ടും വരണം. ശിവൻകുട്ടിയല്ല, LDF തന്നെ വരണം എന്ന് വെച്ചാൽ LDFന്റെ സ്ഥാനാർത്ഥി ശിവൻകുട്ടിയാണെന്ന് ഇനിയിപ്പോൾ മാറ്റാൻ പറ്റില്ല, പ്രഖ്യാപിച്ചു അല്ലേ ഉണ്ണി? ശരി, ഓ ശരി, LDF തന്നെ. ഓക്കെ, ശിവൻകുട്ടിയാണോ വീണ്ടും വരേണ്ടതാണ് ഞാൻ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ LDF ആണ്. ശരി, ഓക്കെ, യെസ്. അപ്പോൾ താങ്കൾ നേരത്തെ ഈ 1000 കോടിയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കുറേ കെട്ടിടങ്ങൾ പണിത കാര്യങ്ങൾ എവിടെ പോയി കഴിഞ്ഞു? ഇപ്പം ഞങ്ങളിത് 3ാമത്തെ ജനസഭയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള. എല്ലായിടത്തും കോടികളുടെ കണക്കുകളാണ് പറയുന്നത്. പക്ഷേ എല്ലാം കെട്ടിട നിർമ്മാണമാണ് ഈ കോടികൾ ചെലവഴിച്ചിരിക്കുന്നത്. ആശുപത്രി കെട്ടിടം വന്നു, പക്ഷേ ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല. ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണ്. കോടികളുടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചതുകൊണ്ട് വികസനം വന്നു എന്ന് അവകാശപ്പെടാൻ പറ്റുമോ? ഇവിടെ അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് ഇതൊരു ചർച്ചയാണെന്നും ആ ചർച്ചയിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ മാന്യമായി ഉപയോഗിക്കണമെന്നും ഒരു ബോധമെങ്കിലും ഈ BJPയുടെ പ്രതിനിധിക്ക് ഉണ്ടാവുന്നത് നന്നായിരിക്കും. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ഷൂ നക്കിയത് ആരുടെ ചരിത്രമാണ്? ഷൂ നക്കിയ ചരിത്രം RSSന്റെ ചരിത്രമാണ്. ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നക്കി ചെരുപ്പ് നക്കിയും ഷൂ നക്കി ആരും നക്കിക്കോ. പക്ഷേ ഒരു ചർച്ചയെ വന്ന് നിന്ന് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രൂപത്തിൽ അങ്ങ് പറയാണ്. RSSകാരൻ്റെ ചെരുപ്പ് നക്കി മാപ്പെഴുതി കൊടുത്ത ചരിത്രം RSSന്റെ ചരിത്രമാണ്. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞല്ലോ SDPയുടെ ഒക്കെ വോട്ട് വാങ്ങിച്ച് തീവ്രവാദി പ്രവർത്തനം നടത്തി. ആരാണ്? നിങ്ങൾക്ക് 2016 മുതൽ 2021 വരെ എങ്ങനെ രാജഗോപാൽ MLA ആയി എന്നുള്ളത് 13,000 വോട്ട് വാങ്ങിയ സുരേന്ദ്രൻ പിള്ളയെ നോക്കി നിങ്ങൾ ചോദിച്ചാൽ മതി. ആരാണ് BJP കോലുവി സഖ്യം ഇവിടെ ഉണ്ടാക്കിയെന്നൊക്കെ ചരിത്രം പരിശോധിച്ചാൽ BJPയുടെ പ്രതിനിധി കിട്ടും. ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുമായി ധാരണ ഉണ്ടാക്കി. അന്ന് സുരേന്ദ്രൻ പിള്ളയ്ക്ക് 13,000 വോട്ട് കിട്ടി. അന്ന് കോൺഗ്രസിന്റെ വോട്ടെല്ലാം വിലയ്ക്ക് വാങ്ങിച്ച് രാജഗോപാലിനെ തിരഞ്ഞെടുത്ത് നേമത്തെ ആളുകൾ വിട്ടു. അത് കോൺഗ്രസും BJPയുടെ സഖ്യമല്ലേ? അത് ചരിത്രമല്ലേ? അത് നിങ്ങൾക്ക് മാറ്റി പറയാൻ കഴിയുമോ? പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ രാജഗോപാൽ ഇവിടെ എന്ത് വികസനം നടത്തി. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജനങ്ങൾക്ക് രാവിലെ പോയി അദ്ദേഹത്തെ കാണാൻ കഴിയുമായിരുന്നോ? നേമത്തെ ഒരു MLA ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ശിവൻകുട്ടി എന്നാണ്. അഭിമാനത്തോടു കൂടി നേമത്തെ ആളുകൾ പറയും. രാവിലെ 6 മണിക്ക് ഉറക്കമെണീറ്റ് അങ്ങേരെ വീട്ടിൽ പോയാൽ ആളുകളെ കാണാൻ വേണ്ടി ഇരിക്കുന്ന ഒരു MLAയുടെ പേര് അത് ശിവൻകുട്ടി എന്നാണ്. രാവിലെ 6 മണി മുതൽ ആളുകളെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു ഡോക്ടറുടെ വീട്ടിൽ എങ്ങനെയാണോ OPയും എടുത്ത് ആളുകൾ ഇരിക്കുന്നത്, അതേപോലെ നേമത്തിൻ്റെ MLA ശിവൻകുട്ടി രാവിലെ ഇരിക്കുകയാണ് ജനങ്ങളെ കാണാൻ വേണ്ടി. അങ്ങനെ ഒരു MLA ഉണ്ടായിരുന്നോ രാജഗോപാൽ? അദ്ദേഹത്തെ കാണാൻ ഒരാൾ പോയാൽ ഞാൻ പൂജ കഴിഞ്ഞ് വരാം എന്ന് പറയുന്ന ഒരു MLA ആയിരുന്നു രാജഗോപാൽ. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ പൂജ കഴിഞ്ഞിട്ട് വന്ന് ജനങ്ങളെ കാണാം എന്ന് പറഞ്ഞൊരു MLAയിൽ നിന്ന് രാവിലെ 6 മണി മുതൽ ജനങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കുന്ന ഒരു MLA അത് ശിവൻകുട്ടിയാണ്. പിന്നെ ഇവിടെ വികസനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങൾ റോഡുകളെ കുറിച്ച് പറഞ്ഞു. നാണമില്ലേ നന്ദുവിനെ പോലെ ഒരാൾക്ക് ഈ ചർച്ചയിൽ വന്നിരുന്ന് ഈ പറയുന്ന രൂപത്തിൽ പറയാൻ? പഴയ അമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അടുത്ത വീട്ടിലെ തേങ്ങ എടുത്ത് സ്വന്തം വീട്ടിൽ അടിക്കരുതെന്ന് പറയും ആളുകൾ. അതാണ് ഈ വാഗ്വേ രാജഗോപാലിന്റെ സമയത്ത് നിർമ്മിച്ചാണ്. എന്തെങ്കിലും പൂർത്തിയാക്കാത്ത എന്ത് തറക്കിലൂടെ തുടങ്ങി വെക്കാത്തത് എന്തേ? അതിന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. ആളുകൾ രാവിലെ നടക്കാൻ പോകുന്നുണ്ട്, ഓടാൻ പോകുന്നുണ്ട്, വിശ്രമിക്കാൻ പോകുന്നുണ്ട്. 16 കോടി രൂപയാണ് ആ വാഗ്വേക്ക് വേണ്ടി ചെലവഴിച്ചത്.
നമുക്ക് അഭിമാന പുരസ്സരം പറയാൻ വേണ്ടി കഴിയും. ബി ശിവൻകുട്ടിയുടെ കാലത്ത് പൂർത്തിയാക്കിയിട്ട് അത് സ്വന്തം പുരയിടത്തിൽ കയറ്റി അടിക്കാനുള്ള പരിപാടി അല്ല, അത് ബി ശിവൻകുട്ടിയുടെ കാലത്ത് പൂർത്തിയാക്കുന്നു. അത് നല്ല രൂപത്തിൽ ബി ശിവൻകുട്ടിയുടെ കാലത്ത് തുടങ്ങിയത് ബി ശിവൻകുട്ടിയുടെ കാലത്ത് പൂർത്തിയാക്കി. ബി ശിവൻകുട്ടിയുടെ കാലത്ത് പൂർത്തിയാക്കി. ഒരു സംശയം വേണ്ട. ഞാൻ നന്ദു പറഞ്ഞപ്പോ ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. നിങ്ങൾ പറയുന്നത് സത്യസന്ധമായ ചർച്ചകളുണ്ടല്ല. നിങ്ങൾ പറയുന്ന പൊട്ടത്തനമാണെന്ന് കേട്ടിട്ടും ഞാൻ ഒരക്ഷരം ഉരിയാടാതെ നിന്ന ആളാണ്. ഞാൻ അക്ഷരം പറഞ്ഞില്ല. നിങ്ങൾ ഇവിടെ ചെരുപ്പാക്കാൻ കഥ പറഞ്ഞു, നിങ്ങൾ റോഡുകളെ കഥ പറഞ്ഞു. ഒരാൾ പറഞ്ഞു പൂർത്തിയാക്കാനുള്ള അവസരം എനിക്കിതാ. അതിനിതാ നിങ്ങൾ റോഡുകളുടെ കാര്യം പറഞ്ഞല്ലോ. 290 കോടി രൂപയുടെ റോഡിന്റെ നിർമ്മാണം ഇവിടെ നടന്നിട്ടുണ്ട്. അത് കരമന വാർഡിൽ, അത് കരമന നെടുങ്കാട് സോമനഗർ റോഡ്. നിങ്ങൾ കരമനയത്തോട് ചോദിച്ചാൽ മതി ആരുടെ ഫണ്ടാണെന്ന് പറഞ്ഞു തരും. അതേപോലെ ഇവിടെ നിങ്ങൾ മണക്കാട് മരുതൂർക്കടവ് റോഡ് 135 കോടി രൂപ റോഡ് വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള റോഡുകൾ ഇവിടെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള റോഡുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോ ഇവിടെ മേന്നിലം പാപ്പാഞ്ചാണി വണ്ടിത്തലം റോഡ് 7 കോടി രൂപ അത് പൂർത്തിയാക്കി. ഇവിടെ നേരത്തെ തിരുമല തൃക്കണ്ണാപുരം റോഡിന്റെ കാര്യം പറഞ്ഞല്ലോ. അത് നിങ്ങളിപ്പോ യാത്ര ചെയ്ത് നോക്ക്. ജനങ്ങൾക്ക് അനുഭവമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വാർഡ് കൗൺസിലറായിരുന്ന ഒരാളാണ്. ആ വാർഡിൽ ഇവിടെ ചിറപ്പാലം വെണ്ണില റോഡുണ്ട്, കൊഞ്ചിറവിളയാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ആ റോഡിലൂടെ ഇപ്പൊ യാത്ര ചെയ്യണം. ഒരു മഴ പെയ്താൽ മുഴുവൻ വെള്ളക്കെട്ട് കയറി വീട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് അതുവഴി യാത്ര ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ബി ശിവൻകുട്ടിയുടെ ഫണ്ടിൽ നിന്ന് 53 ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തു. അവിടെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വന്നാൽ ഇവിടെ നന്ദു എന്റെ കൂടെ വന്നാൽ അങ്ങോട്ട് കാണിച്ചു തരാം ആ റോഡ് ഇപ്പൊ എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. ഒറ്റ വെള്ളം കിട്ടുന്നില്ല. കോൺക്രീറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്തു, ടാർ ചെയ്യേണ്ട സ്ഥലത്ത് ടാർ ചെയ്തു. 53 ലക്ഷം രൂപയാണ് ആറ്റുകാൽ വാർഡിൽ അവിടെ ചെലവാക്കിയത്. അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള വികസനം നടന്നു. പിന്നെ ഇവിടെ അനിൽ നമ്പ്യാർ ചോദിച്ചു, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഒരു മാധ്യമ പ്രവർത്തകനാണ്, നിങ്ങൾക്ക് പക്ഷം കാണും. അതിനെ ഞാൻ എതിരൊന്നും പറയുന്നില്ല. നിങ്ങൾക്കൊരു പക്ഷമുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ പഴയ ആശുപത്രികളാണോ ഇപ്പോഴത്തെ ആശുപത്രികൾ? നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി കോഴിക്കോട് ജില്ലയിൽ ഒരു ഹോസ്പിറ്റൽ വരെയാണ്. എത്ര ലക്ഷം രൂപയാണ്? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പാവപ്പെട്ട അമ്മയ്ക്ക് ഒരു അവയവം മാറ്റിവെക്കണമെങ്കിൽ നിങ്ങൾ എത്ര ലക്ഷം രൂപ കൊടുക്കണം? കിംസ് ആശുപത്രിയിൽ 50 ലക്ഷം രൂപ നിങ്ങൾ മാറ്റാൻ കഴിയോ? ഇപ്പോ പഴയ ആശുപത്രികളാണോ? എൻ്റെ അമ്മ ആശുപത്രി കിടന്ന ആളാണ്. ഒരു മാസവും 5 ദിവസവും മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റിയിലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിലും കിടന്ന ആളാണ്. അവിടെ MD-ICU എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. MD-ICU ഒന്ന് അനിൽ നമ്പ്യാർ പോയി നോക്കണം. ആ MD-ICUവിൽ ഒരു 4 രോഗിയൊക്കെ ഒരു ഡോക്ടറാണ്, 2 സിസ്റ്റർമാരാണ്. അവിടെ ഈ പറഞ്ഞ ഡ്രസ് മാറ്റാൻ അങ്ങനെയുള്ള സൗകര്യങ്ങൾ. ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങള് അകത്ത് വെച്ച് തുന്നി വിടുന്നതുണ്ടല്ലോ. അത് എനിക്കറിയാത്ത കാര്യമല്ല. ഞാനും ഇക്കാലത്ത് താമസിക്കുന്നത് തന്നെയാണ്. അതുപോലെ ആശുപത്രി കെട്ടിടം തകർന്നു വീണ്, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണ് മരിച്ചില്ലേ? താങ്കൾ ഇപ്പൊ എന്റെ കൂടെ വരൂ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോവാം. എവിടെ അല്ല ഈ രോഗികൾ എവിടെയാണ് കിടക്കുന്നത്? താങ്കൾ പറയുന്നു കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. രോഗികൾ എവിടെയാണ് കിടക്കുന്നത്? താങ്കൾ നമുക്ക് ഒരുമിച്ച് പോവാം. ഇത് കഴിഞ്ഞ് ഒരുമിച്ച് പോവാം. അതിന്റെ വസ്തുത ഒരു മാധ്യമ പ്രവർത്തകൻ ഇപ്പോഴും നിലത്താ കിടക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്പർ 1 അവകാശപ്പെടുന്നത് താങ്കൾ എന്നോട് ചോദിച്ചോണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഒരുമിച്ച് പോവാം. അതായത് ഒരുമിച്ച് പോവാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഞാൻ വരാൻ തയ്യാറാണ്. തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ അല്ലെങ്കിൽ PHSC മുതൽ താലൂക്ക് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് ഞാൻ വരാൻ തയ്യാറാണ്. താങ്കളോടൊപ്പം അഭിമാന പുരസ്സരം. ഒരു മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് ഇന്ന് ആളുകൾക്ക് നല്ല സൗകര്യമൊരുക്കുന്ന, ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു സ്ഥലമായി മെഡിക്കൽ കോളേജ് മാറി. പാവപ്പെട്ടവന്റെ അശരണ കേന്ദ്രമായി മെഡിക്കൽ കോളേജുകൾ, ഗവൺമെന്റ് ആശുപത്രികൾ മാറി. അത് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ വേണ്ടി കഴിയും. അത് ആരോഗ്യ മേഖലയിൽ അത് കോവിഡ് വന്നപ്പോൾ തെളിഞ്ഞല്ലേ. കോവിഡ് വന്നത് എവിടെയെങ്കിലും കൂട്ടിയിട്ട് കത്തിച്ചോ?
അവർ അല്ല, കിറ്റും മാസ്കും വാങ്ങിയതിൽ അഴിമതി കാണിച്ചത് ആരാന്നുള്ള നാട്ടുകാർക്ക് മൊത്തം അറിയാം. കോവിഡ് കാലത്ത് കിറ്റും മാസ്കും വാങ്ങിയതിൽ ആരാണ് അഴിമതി നടത്തിയെന്നുള്ളത് നാട്ടുകാർക്ക് അല്ല. ഞാനിത് പറഞ്ഞു, ഒരു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യത്തെ നല്ല കാര്യമായി കാണാൻ നിങ്ങളെപ്പോലൊരു മാധ്യമ പ്രവർത്തനം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാട് നിങ്ങളെ കേന്ദ്ര സർക്കാർ എത്രത്തോളം അവാർഡുകൾ ആ അവാർഡുകൾ ശരിയല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, നിങ്ങളെ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ കേന്ദ്ര സർക്കാർ അവാർഡുകളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. അല്ല, എന്താണ് കേന്ദ്ര സർക്കാർ നിങ്ങളെ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുത്ത അവാർഡുകൾ തെറ്റാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ മാധ്യമ പ്രവർത്തകൻ നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുത്ത അവാർഡുകൾ കാപട്യമാണ് എന്ന് പറയാൻ നിങ്ങൾ ധൈര്യമുണ്ടോ? എന്തൊക്കെ അവാർഡുകളാണ്? അല്ല, ഞാൻ പറയുന്നത് കേരളത്തിന് ആരോഗ്യ മേഖലയിൽ ഇന്റർനാഷണൽ അവാർഡിനെ കുറിച്ച് പറയുന്നു, അതുപോലെ നാഷണൽ അവാർഡുകളെ കുറിച്ച് പറയുന്നു. കേന്ദ്ര സർക്കാർ കൊടുത്ത നീതി ആയോഗിന്റെ അടക്കമുള്ള അവാർഡുകൾ കേരളത്തിന് കിട്ടുമ്പോ ആ കേരളത്തിൽ അവാർഡുകൾ അംഗീകാരമാണ്. അവാർഡുകൾ കേരളത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അഭിമാനിക്കുന്ന ഒരാൾ കൂടിയാണ്. പക്ഷെ ഞാൻ എന്താ താങ്കളോട് പറഞ്ഞത്, ഈ കാണുന്ന ഇപ്പോഴും ഒരു ദുരിതാവസ്ഥയിലാണ് ഇപ്പോഴും രോഗികൾ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾ. പറഞ്ഞു ഞാൻ അനുഭവസ്ഥാനാണ് ഉണ്ണികൃഷ്ണൻ, ഓക്കെ, നമുക്ക് അതിൽ തന്നെ പിടിച്ചു പോവാം.